Trump administrative official told the US Congress that there were no signs that Iran planned to attack the US before the US-Israeli strike that killed supreme leader of Iran. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ US കോൺഗ്രസിനെ കബളിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇന്നലെ വരെ കൊല്ലുമെന്ന് പറഞ്ഞ് നടന്ന ട്രംപ് ഇപ്പോൾ നെഗോസിയേഷൻ എന്നൊരു കാര്യം പറഞ്ഞ് ഇറാൻ വേഴ്സസ് ഇസ്രായേലി US വാറിൽ നെഗോസിയേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറാൻ US-നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു നെഗോസിയേഷന് വേണ്ടിയിട്ടെന്ന്. എന്നാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇറാൻ ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുമില്ല, ഇനി US-ഉമായിട്ട് നമ്മൾ നെഗോസിയേഷൻ നടത്തുകയും ഇല്ല എന്നാണ് ഇറാൻ ഒഫീഷ്യൽ അറിയിച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ട്രംപ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്? അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയൊരു റീസൺ ആണ്, നമുക്കറിയാം ഇന്നലെ വരെ ട്രംപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കീഴടങ്ങുന്നവർക്ക് സംരക്ഷണം, സമയം വൈകിയാൽ മരണം എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് ആദ്യമൊക്കെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒഫീഷ്യൽസ് US കോൺഗ്രസിനോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, എപ്പോൾ വേണമെങ്കിലും ഇറാൻ US ഫോഴ്സിനെ അറ്റാക്ക് ചെയ്യാം, അതായത് പൊട്ടൻഷ്യൽ ത്രെറ്റ് ഉണ്ട്, ഏത് സമയത്ത് വേണമെങ്കിലും ഇറാൻ US ഫോഴ്സിനെ അറ്റാക്ക് ചെയ്യാം, അതായത് ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്നാണ് ട്രംപ് അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽസ് US കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഈ ട്രംപ് അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽസ് തന്നെ ഇപ്പോൾ US കോൺഗ്രസിനോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ട്രംപ് അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽ told the US Congress that there were no signs that Iran planned to attack the US before the US-Israeli strike that killed supreme leader of Iran. ഇറാന്റെ സുപ്രീം ലീഡറിനെ കൊല്ലുന്നത് വരെ, അതായത് കില്ല് ചെയ്യുന്നത് വരെ, അതായത് US-ഇസ്രായേലി സ്ട്രൈക്ക് മൂലം കൊല്ലുന്നത് വരെ ഒരു സൈനും ഒരു എവിഡൻസും യാതൊരു ഇന്റലിജൻസ് റിപ്പോർട്ടും ഇതിനെക്കുറിച്ച്, അതായത് US-നെ ഇറാൻ അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഒരു സൈനും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ പറയുന്നത്. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പൊളിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ US കോൺഗ്രസിനോട് ട്രംപ് അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്നും വ്യക്തമാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ US കോൺഗ്രസിനെ കബളിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഈ ഒരു വാറിൽ, അതായത് ഇറാൻ വേഴ്സസ് ഇസ്രായേൽ US വാറിൽ നല്ല നാശനഷ്ടമാണ് US-ന് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് ഗൾഫ് കൺട്രീസിലുള്ള മിലിറ്ററി ബേസ് ആവട്ടെ, അല്ലെങ്കിൽ US-ന്റെ മറ്റു ഫെസിലിറ്റീസ് ആവട്ടെ, അവിടെയൊക്കെ നല്ല ഹിറ്റ് US-ന് ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ചില റിപ്പോർട്ടുകൾ പറയുന്നത്, അതായത് അൺഒഫീഷ്യൽ റിപ്പോർട്ട്സ് ആണ്, ആ അൺഒഫീഷ്യൽ റിപ്പോർട്ട്സിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഏകദേശം, അതായത് ഇറാനിയൻ മിസൈൽ സ്ട്രൈക്ക് US മിലിറ്ററി ബേസിൽ ഇറാനിയൻ മിസൈൽ സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഏകദേശം 560ഓളം മിലിറ്ററീസ്, അതായത് സോൾജിയേഴ്സ് മരണപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇഞ്ചുറീസ് അറിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നല്ല, ഒരുപക്ഷെ ഇത് എക്സാഗ്രേറ്റ് ചെയ്തതായിരിക്കാം. കാരണം ഇത്രയും വലിയൊരു കണക്ക് ഡാറ്റാസ് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയം US ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, US says 3 military personnel killed and 5 wounded after Iranian strike. ഇറാനിയൻ സ്ട്രൈക്കിന് ശേഷം 3 മിലിറ്ററി പേഴ്സണൽ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് US തന്നെ. അപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഒരു ജീവനാണെങ്കിലും അത് ജീവനാണ്. ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് US ആണ്. US-ഉം ഇസ്രായേലും കൂടിയാണ് ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഫസ്റ്റ് അറ്റാക്ക് നടത്തിയിട്ടുള്ളത്, സർപ്രൈസ് അറ്റാക്ക് നടത്തിയിട്ടുള്ളത് ഇവരാണ് ഇറാനെതിരെ. അതുപോലെ ഇറാന്റെ ഒഫീഷ്യൽസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഹാസ് ടാർഗറ്റഡ് US എയർക്രാഫ്റ്റ് കാരിയർ USS അബ്രഹാം ലിങ്കൺ യൂസിങ് 4 ബാലിസ്റ്റിക് മിസൈൽ വെച്ചിട്ട് എബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു കാര്യം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിരസിച്ചിരിക്കുകയാണ്, ഈ ഒരു ക്ലൈം US നിരസിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് US പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, വേറൊരു കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഈ സ്ട്രൈറ്റ് ഓഫ് ഹാർമൂസിൽ വെച്ച് 3 US-ഉം UK-യുടെയും ആയിട്ടുള്ള 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വീഡിയോ വിഷ്വൽസ് അവൈലബിൾ ആണ്. 2% inside have. ഇത് മാത്രമല്ല, അമേരിക്കക്ക് മറ്റു തിരിച്ചടിയും കൂടി ലഭിച്ചിരിക്കുകയാണ്.
അമേരിക്കയ്ക്ക് കൂടുതൽ തിരിച്ചടി ഉണ്ടാകുന്നതിന്റെ ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അമേരിക്കൻ സേനയുടെ ഒരു F-16 വിമാനം കുവൈറ്റിൽ തകർന്നു വീണതായി ദൃക്സാക്ഷികൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പൈലറ്റ് ഇജക്ട് ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. വെടിവെച്ചിട്ടതാണെന്ന് ഇറാൻ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ആ നിലയിൽ വലിയ തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക്. ഇത് ശരിയാണെങ്കിൽ ഈ ദൃശ്യങ്ങൾ എന്തായാലും ശരിയാണ് എന്ന് തന്നെയാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. F-15 തന്നെയാണ് തകർന്നു വീണത് എന്നത് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുണ്ട്. അമേരിക്കൻ പക്ഷത്തു നിന്ന് വാർത്തകൾ നൽകുന്ന മാധ്യമപ്രവർത്തകരും ഈ F-15 ഷോട്ട് ഡൗൺ എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട്. കുവൈത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. F-15 കുവൈത്തിൽ നിന്നും ഷോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടുകളാണ്. കാരണം ഒരുപാട് റിപ്പോർട്ട്സ് ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തിരിച്ചടികളാണ് US-ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാർ തുടങ്ങി വെച്ചത് അവർക്ക് തന്നെയാണ് ഇപ്പോൾ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇറാന് അടി കിട്ടുന്നില്ല എന്നല്ല, നല്ല ഹിറ്റ് ഇറാന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇവിടെ തുടങ്ങി വെച്ചിട്ടുള്ളത് ഇസ്രായേലും US-ഉം കൂടിയാണ്. ഇറാന് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇറാൻ റിട്ടലൈറ്റ് ചെയ്തു. നന്നായി ഇസ്രായേലിനായിരുന്നാലും ശരി US-നായിരുന്നാലും ശരി നല്ല കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാവാം ഇപ്പോൾ ട്രംപ് ഒരു നെഗോസിയേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇറാൻ പറഞ്ഞിട്ടുണ്ട് നെഗോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഒരു നെഗോസിയേഷൻ എന്ന രീതിയിലേക്ക് ട്രംപ് വരാനുള്ള കാരണം ഇതൊക്കെയായിരിക്കും. കാരണം ഇനി US കോൺഗ്രസിൽ നിന്നും ട്രംപിന് പ്രഷർ വരും. കാരണം US കോൺഗ്രസിനെ കബളിപ്പിച്ചിട്ടാണ് ഈ ഒരു പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുള്ളത്. US കോൺഗ്രസിന് കൊടുത്തിട്ടുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഇല്ല എന്ന് ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തന്നെ US കോൺഗ്രസിൽ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, നാശനഷ്ടങ്ങൾ US-ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണമായിട്ടായിരിക്കും ഇന്നലെ വരെ കൊല്ലുമെന്ന് പറഞ്ഞ് നടന്ന ട്രംപ് ഇപ്പോൾ നെഗോസിയേഷൻ എന്നൊരു കാര്യം പറഞ്ഞ് നടക്കുന്നുണ്ടാവുക. ഇറാനെ കുറിച്ച് US പറഞ്ഞിട്ടുള്ളത് ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട് ഉണ്ട് എന്നാണ്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പൊ കറന്റ് ത്രെട്ട് ആരാണ്? ഇസ്രായേലും US-ഉമാണ്. കാരണം ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെയാണ് ഇറാനെ ഇവർ പോയിട്ട് അടിച്ചിട്ടുള്ളത്, അറ്റാക്ക് ചെയ്തിട്ടുള്ളത്, സർപ്രൈസ് അറ്റാക്ക് നൽകിയിട്ടുള്ളത് ഇറാനെതിരെ. അപ്പോൾ ഇറാൻ പൊട്ടൻഷ്യൽ ത്രെട്ട് ആണെങ്കിൽ ഇവർ കറന്റ് ത്രെട്ടാണ്, US-ഉം ഇസ്രായേലും. ഇങ്ങനെ ഒരു സർപ്രൈസ് അറ്റാക്ക്, പെട്ടെന്നുള്ള ഒരു അറ്റാക്കിന്റെ പിന്നിൽ ഒരു പക്ഷേ ആപ്സ്റ്റിംഗ് ഫയൽ മുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിരിക്കാം. കാരണം ഇവിടെ യാതൊരു റീസണും US-ന് നൽകാൻ സാധിച്ചിട്ടില്ല. കാരണം കൊടുത്തിട്ടുള്ള റീസൺ ഇപ്പോൾ ഓൾറെഡി പൊളിഞ്ഞു കഴിഞ്ഞു. US കോൺഗ്രസിൽ അത് പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്ത് റീസണിലാണ് ഇവിടെ അടിച്ചിട്ടുള്ളത്? പിന്നെ ഞാൻ കുറച്ച് റീസൺസ് പറഞ്ഞിട്ട് ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് US-ന് വേണ്ടത് US പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് US പെപ്പറ്റ് ആയിട്ടുള്ള ഒരു ഇറാനിയൻ റൂളറിനെയാണ്. ഇറാനിൽ മാത്രമല്ല, ലോകത്തിൽ എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും US എന്താണോ പറയുന്നത് അത് കേട്ട് ഓക്കെ പറയുന്ന ഒരു പെപ്പറ്റ് ആയിട്ടുള്ള റൂളേഴ്സിനെയാണ് US-ന് വേണ്ടേ എന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.